ഈ കഴിഞ്ഞ നിയമസഭയിൽ ഇപ്പോൾ നടന്ന നിയമസഭയിൽ ഐക്യജനാധിപത്യ മുന്നണി പിന്തുണയോടുകൂടെ രണ്ടാളുകൾ മാത്രമാണ് നിയമസഭയിലുള്ളത്. ആ രണ്ടുപേരും ഇവിടെ, ഒന്ന് ഞാനും ഒന്ന് കെ രമയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇടതുപക്ഷത്തിന് ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കെടുക്കാനുള്ള പ്രതിജ്ഞ. അത്രമാത്രം ജനവിരുദ്ധമായ, പാവപ്പെട്ടവനെ ഇത്ര അധികം പുച്ഛമായി കാണുന്ന ഒരു മുന്നണിയെ നമുക്ക് വേറെ ഇടതുപക്ഷമല്ലാതെ കാണാൻ പറ്റില്ല. അതവരുടെ ഭാഷയിലുണ്ട്, അവരുടെ ശരീരഭാഷയിലുണ്ട്. എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്, ഇവരിനി അധികാരത്തിൽ വന്നാൽ ആദ്യം എടുത്തു കളയാൻ പോകുന്ന പദം പാവപ്പെട്ടവൻ എന്ന പദമാണ്. പാവപ്പെട്ടവൻ എന്നൊരു പദം നിഘണ്ടുവിലുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാവപ്പെട്ടവന് പകരം ഇനി മുതലാളിത്തത്തിൻ്റെ പ്രതിനിധികളായിരിക്കും നിഘണ്ടുവിലുണ്ടാവുക എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന സമയത്ത് വാസവൻ പറഞ്ഞത്, അദാനി നമ്മുടെ പങ്കാളിയാണ് എന്ന്, നമ്മുടെ പാർട്ട്ണറാണ് അദാനി എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നിഘണ്ടുവിൽ ഇനി പാവപ്പെട്ടവനുണ്ടാകില്ല. പാവപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഗമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രോലിറ്റേറിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുതലാളിത്തത്തെ പ്രീണിപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് മുതലാളിമാരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തിരഞ്ഞു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു 4 നിയോജക മണ്ഡലമെങ്കിലും തിരഞ്ഞെടുപ്പിൽ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തേടിപ്പിടിച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് എങ്ങനെ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും? എങ്ങനെ അടിസ്ഥാന വർഗത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും? അപ്പോൾ നിഘണ്ടുവിൽ നിന്ന് പോകാൻ പോകുന്ന, പാവപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പോകാൻ പോകുന്ന പദം പ്രോലിറ്റേറിയൻ എന്ന് പറയുന്ന പദം. അപ്പോൾ യഥാർത്ഥ ഇടത് ഏത് എന്ന് ചോദിച്ചാൽ അത് ആ ഇടതൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്നുള്ളതാണ് RMP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1957 EMS മന്ത്രിസഭ വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും എൻ്റെ കൂട്ടുകാർക്കും മിഠായി വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ ഇനി 3ാം തവണ അറിയാതെ പോലും പിണറായി വിജയനെ അധികാരത്തിലേറ്റല്ലേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സച്ചിദാനന്ദനെ എത്തിച്ചത് എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വെട്ടുക്കളികൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം. ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികൻ കൂടിയായിരുന്നു മമ്മൂട്ടി എന്ന നടൻ. അവരുടെ ചാനലിൻ്റെ ചെയർമാനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടി വയനാടിൽ ചൂരൽമലയിൽ വീടുകൾ സന്ദർശിക്കുമ്പോൾ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോയവരോടൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, റാൻമോളികളായി അവിടെ നിൽക്കണമെന്നത്. നമുക്കറിയാം ജി സുധാകരൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വീടുകളെല്ലാം കയറി ക്ലാസ് എടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തോട് ഏത് രീതിയിലുള്ള അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്? ഗോവിന്ദ മാസ്റ്റർ വളരെ പുച്ഛമായ രീതിയിലാണ് ആ ഒരു നേതാവിനെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം ചെയ്തത് ചെറ്റത്തരം. അപ്പൊ പാവപ്പെട്ടവന്റെ എല്ലാ അടയാളത്തെയും വെറുക്കാൻ തുടങ്ങി. ചെറ്റ എന്ന് പറയുന്നത് എന്താ? ചെറ്റ എന്ന് പറഞ്ഞാൽ ഒരു കൂര, പാവപ്പെട്ടവൻ താമസിക്കുന്ന കൂര. അപ്പൊ പഴയ കാലത്ത് വലിയ തമ്പ്രാക്കന്മാരൊക്കെ ചെറ്റയിൽ താമസിക്കുന്നവരെ അവഹേളിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദമാണ് ചെറ്റത്തരം എന്നുള്ളത്. അത് AKG പോലെയുള്ളവർക്ക് അഭയം നൽകിയ ചെറ്റ കുടിലുകളെ പോലും വിസ്മരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുന്നു, സുധാകരൻ ചെയ്തത് ചെറ്റത്തരമാണ് എന്ന്. അപ്പോൾ പാവപ്പെട്ടവനെ വിസ്മരിക്കുന്ന, പ്രോലിറ്ററിനെ വിസ്മരിക്കുന്നവർ അവർ താമസിക്കുന്ന കുടിലിനെ പോലും അവഹേളിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാലത്ത് ആ പാവപ്പെട്ടവരുടെ കൂടെ അവരെ ചേർത്ത് നിർത്താൻ ഈ നിയോജക മണ്ഡലത്തിൽ KK രമയല്ലാതെ വേറെ ആരാണുള്ളത് എന്നുള്ളതാണ്. നിയമസഭയിൽ 1000 പിണറായി വിജയന് ഒരു KK രമ മതി എന്ന് അവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പം അവിടെ ഒരു അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ശങ്കിന് കൊള്ളുന്ന രീതിയിലുള്ള, അവരുടെ നാഭിയുടെ അവിടെ എല്ലാ മർമ്മങ്ങളെയും തൊട്ടുകൊണ്ടുള്ള പ്രസംഗം KK രമയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അവർ ധാരാളം വേദന കടിച്ചിറക്കിയാണ് ഈ മണ്ണിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോയിട്ടുള്ളത്. അവരുടെ പ്രിയതമൻ വകവരുത്തിയിട്ടും അതിനുശേഷവും കലിതീരാവെ മരിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ പോലും ആ മൃതദേഹത്തെ പോലും അവഹേളിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജിച്ച് തലതാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് ഇനി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്ന KK രമയല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഭരണപക്ഷത്തിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന KK രമയാണ് നമ്മൾ ഇനി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇവർ വികസനം മാത്രമാണ് ഇടതുപക്ഷത്തിന് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പുതിയ വ്യാഖ്യാനങ്ങൾ. എന്നാൽ വികസനത്തിൽ വല്ല പങ്കുവർക്കുണ്ട്. ആരാൻ തുടങ്ങി വെച്ചത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള അല്ലാത്ത ജോലിയൊന്നും ഇവർ ചെയ്തിട്ടില്ല. ദേശീയപാത, ഇതിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം, റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ഷൻ പ്ലാനും അതിൻ്റെ ബില്ലും അവതരിപ്പിക്കപ്പെട്ടത് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് കേരളത്തിലെ നിയമസഭയാണ്. ആ ബില്ല് കൊണ്ടുവന്നത് ഇബ്രാഹിം കുഞ്ഞാണ്. അതിനു മുമ്പ് റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ഷൻ പ്ലാൻ ഇവിടെ നടപ്പിലാക്കിയത് അന്ന് KSTP പദ്ധതിക്ക്, അന്ന് ഞാൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ആ സന്ദർഭത്തിലാണ് നെഗോഷിയേറ്റഡ് പർച്ചേസ് ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇത് കണ്ടിട്ടാണ് കേരള ഗവൺമെൻറ് ഇതേ നിയമം ദേശീയ തലത്തിൽ പ്രാവർത്തികമാക്കിയത്. അങ്ങനെ ഒരു നിയമം, അടിസ്ഥാന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ അക്വസിഷൻ എന്ന് പറയുന്ന, ലാൻഡ് അക്വസിഷൻ എന്ന് പറയുന്ന ആ പഴയ മാതൃകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോഡിൻ്റെ ഒരു ഇഞ്ചും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ചരിത്രത്തെ അങ്ങനെ മാറ്റിമറിച്ചു. കണ്ണൂർ വിമാനത്താവളം, ആ വിമാനത്താവളത്തിൻ്റെ റൺവേയും ഉണ്ടാക്കി അവിടെ പരീക്ഷണ പറത്തലും കഴിഞ്ഞിട്ട് പിന്നീട് ആദ്യമേ വേറൊരു ഉദ്ഘാടനം പിണറായി വിജയനെ കൊണ്ട് നടത്തിച്ചു. അതുപോലെ തന്നെ മെട്രോ റെയിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു. ആ മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചില്ല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചില്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ആ തീവണ്ടിക്കകത്ത് അല്ലെങ്കിൽ മെട്രോ ട്രെയിനിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ ഒരു വെളുത്ത താടി വെച്ച ഒരാൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരനും മെട്രോ റെയിലും തമ്മിൽ എന്ത് ബന്ധമാണ്?
അദ്ദേഹത്തിന് എന്ത് ഔദ്യോഗിക പദവിയാണ് ഇതിനകത്ത് കയറാനുണ്ടായിട്ടുള്ളത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുമില്ല. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞതുകൂടെ ആവർത്തിക്കുക. പ്രസവം എടുക്കുന്ന ഡോക്ടറെ ആരും ബാപ്പ എന്ന് വിളിക്കാറില്ല. അതിന് ജന്മം നൽകിയ പിതാവിനെയാണ് ബാപ്പ എന്ന് വിളിക്കുന്നതെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ വികസനത്തിൻ്റെ ഒക്കെ പിതാവ്. ഇത്ര കാലമായി നമ്മൾ ഈ ഒരു ഗവൺമെൻറ്റിനെ സഹിക്കുന്നു. എല്ലാ ദുരന്തങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് പരീക്ഷണം നടത്തിയ ആളുകളാണ്. അവർ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നു പോലും എങ്ങനെ നിങ്ങൾക്ക് ഈ മാസ്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ബഡായി അടിക്കുമ്പോൾ ഒന്ന് നോക്കണ്ടേ. നമുക്ക് കിട്ടിയ മാസ്ക് ചൈനയിൽ നിന്ന് വന്നതാണ്. ആ മാസ്കിലെ തട്ടിപ്പ് ഞാനാണ് നിയമസഭയിൽ ആദ്യമായി കൊണ്ടുവന്നത്. കാരണം രാവിലെ ഒരു വിലക്ക് വാങ്ങാം, ഉച്ചക്കൊരു വിലക്ക് വാങ്ങാം, വൈകുന്നേരം വേറെ വിലക്ക് വാങ്ങാം. അത് വലിയ അന്വേഷണമായി അത് അവസാനം CAG റിപ്പോർട്ടിനകത്ത് വരെ വന്നു. എല്ലാ കാലവും മണ്ടന്മാരാക്കാൻ പറ്റുന്നവരാണ് മലയാളികൾ എന്ന വിശ്വാസം ഉപേക്ഷിക്കുക. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. മെയ് 4 കഴിഞ്ഞാൽ ഉദിക്കുന്ന സൂര്യൻ നമുക്കുള്ള സൂര്യനാണ് എന്നുള്ളത്. ഇനി വരാനിരിക്കുന്ന രാവും പകലുകളുമൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്കും അതിനോടൊപ്പം നിൽക്കുന്ന ജനകീയ മുന്നണി എന്ന് പറയുന്ന ഈ മുന്നണിക്കും RMP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കുള്ളതാണ്. ത്യാഗത്തിൻ്റെ വലിയ ചരിത്രം പറയാം. ആ ചോരയിൽ നിന്ന് 1000 പേരുയരും എന്ന് നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 51 കണക്കാക്കി ഓരോന്നിനും 1000 വോട്ടുകളാക്കി 51,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കണം KK രമ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ, നിങ്ങൾ പ്രതിരോധത്തിന് ഉയർത്തിവെച്ചിട്ടുള്ള അയൺ ഡോമുകളെയൊക്കെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ മിസൈൽ അവിടെ വന്ന് പതിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വടകരയിൽ നിന്നും നമുക്ക് പറയാനുള്ളത്. അതാണ് KK രമ എന്ന് പറയുന്ന സ്ഥാനം.